ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് എന്താണ് അൽഗോരിതം, എന്താണ് സ്യൂഡോകോഡ് ഉള്ളതാണ്. അൽഗോരിതം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്നതിന്റെ കൂട്ട് ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ സോൾവിങ് എ പ്രോബ്ലം. നമ്മുടെ കയ്യിൽ ഒരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ, അല്ലെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വഴി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പെട്ടെന്ന് എന്നോട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറയുകയാണ്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കുന്നതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഇൻപുട്സ് അല്ലെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പ്രോപ്പർ ആയിട്ട് അതിന്റെ പ്രോപ്പർ വേയിൽ ആ പ്രോപ്പർ പ്രൊസീജിയറിൽ ഞാൻ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ആയിട്ട് ഒരു കേക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പ്രോഗ്രാമിംഗ് വ്യൂവിൽ പറയും നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ആ സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നു, വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് ദ അൽഗോരിതം. അപ്പം ഈ അൽഗോരിതം നമ്മൾ സാധാരണയായിട്ട് എഴുതുമ്പം ഇംഗ്ലീഷ് ഫ്രേസസ് അല്ലെങ്കിൽ സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒരു അൽഗോരിതമിക് വേയിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി സ്യൂഡോ കോഡ് എന്താന്ന് വെച്ചാൽ അൽഗോരിതത്തിന്റെ കുറച്ചുകൂടി ഹയർ ലെവൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് സ്യൂഡോ കോഡ് എന്ന് പറയാം. കാരണം സ്യൂഡോ കോഡിൽ നമ്മൾ ഈ നാച്ചുറൽ നമ്മുടെ ഇംഗ്ലീഷ് ഫ്രേസസും കൂടാതെ നമ്മൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള സിൻടാക്സ്, ഉദാഹരണമായിട്ട് ഇഫ് എൽസ് അങ്ങനെയൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് കൺസ്ട്രക്ട്സുകൾ സാധാരണയായിട്ട് സ്യൂഡോ കോഡിൽ ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മൾ പറയും കുറച്ചുകൂടി ഹയർ ലെവൽ റെപ്രസെന്റേഷൻ ആണ് സ്യൂഡോ കോഡ്, കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആണെന്ന് പറയാം. ഉദാഹരണമായിട്ട് എനിക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം, എയും ബിയും കൂടി തമ്മിൽ ആഡ് ചെയ്യണം, എ പ്ലസ് ബി ആഡ് ചെയ്യണം. ഞാൻ അൽഗോരിതത്തിൽ എഴുതും സം ഓഫ് എ ആൻഡ് ബി എന്ന് എഴുതും. പക്ഷേ ഞാൻ സ്യൂഡോ കോഡിൽ ഡയറക്റ്റ് ആയിട്ട് എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ അവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി എഴുതാൻ കഴിയും. ഓക്കെ, അതുമല്ല നമുക്ക് ഇതെല്ലാം എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന വേ ആണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സെയിം പ്രോബ്ലം, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, അതിന്റെ അൽഗോരിതം എഴുതാൻ പറയുന്നു, അതിന്റെ സ്യൂഡോ കോഡ് എഴുതാൻ പറയുന്നു. ഹൗ ക്യാൻ വി ഡു ദാറ്റ്? ആദ്യം അൽഗോരിതം ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇനി എ പ്ലസ് ബി ഇൻറ്റു ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എ റീഡ് ചെയ്യണം, ബി റീഡ് ചെയ്യണം, സി റീഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എ പ്ലസ് ബി ഇൻറ്റു സി അല്ലേ ചെയ്യേണ്ടത്. സോ ബി ഇൻറ്റു സിയുടെ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം എടുക്കണം. അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് നോക്കിയേ, ആ പ്രോഡക്റ്റ് നമ്മൾ ഒരു ടെമ്പററി വേരിയബിളിലോട്ട് കീപ്പ് ചെയ്യുന്നു. ആ ടെമ്പററി വേരിയബിളും എയും കൂടി തമ്മിൽ ആഡ് ചെയ്യുന്നു. സോ എ പ്ലസ് ദാറ്റ് ടെമ്പററി വേരിയബിൾ, ഫൈൻഡ് ദ സം ഓഫ് എ ആൻഡ് ടെമ്പ്, ദെൻ സ്റ്റോർ ദ സം ഇൻ, ആ റിസൾട്ട് നമ്മൾ എങ്ങോട്ട് സ്റ്റോർ ചെയ്യുന്നു, ഡിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. Then print the value of d. This is the algorithm. The same thing that we can write it as a pseudocode with 5 steps. That is, ആദ്യം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യുക, റീഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, എ ബി സി. സോ റീഡ് എ ബി സി എന്ന് പറഞ്ഞ ഒറ്റ ലൈനിൽ കൊടുത്തു. ഇനി നമുക്ക് ടെമ്പററി വേരിയബിൾ ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഡി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ദെൻ പ്രിന്റ് ദ റിസൾട്ട്, സ്റ്റോപ്പ്. അപ്പം ഇതാണ് സ്യൂഡോ കോഡ്. അപ്പോൾ സ്യൂഡോ കോഡ് മനസ്സിലായെന്ന് പറഞ്ഞു. ഒരു സെയിം പ്രോബ്ലത്തിന്റെ അൽഗോരിതം നമ്മൾ കാണിച്ചു, സ്യൂഡോ കോഡും കാണിച്ചു. ഇനി നമുക്ക് വാട്ട്സ് ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്യൂഡോ കോഡ് എന്താണെന്ന് നോക്കണം. മെയിൻലി 6 അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന്, നമുക്ക് സ്യൂഡോ കോഡ് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്ക് കൂടുതൽ ലോജിക്കിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സിൻടാക്സിനെ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു സ്യൂഡോ കോഡ് എഴുതുവാണെങ്കിൽ നമ്മളിപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും ഫോക്കസ് ചെയ്യേണ്ട, ലാംഗ്വേജിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ജസ്റ്റ് നമ്മൾ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കുറച്ചുകൂടി ഹയർ ലെവലിൽ നിന്നുകൊണ്ട് എഴുതുകയാണ്. പിന്നെ മോർ ലെജിബിൾ ആണ്. ലെജിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ആ ലോജിക്ക് പ്രിസൈസ് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു അൽഗോരിതത്തിനേക്കാളും. കാരണം എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ബി ഇൻറ്റു സി ചെയ്ത് എ, മറ്റേത് എങ്ങനെയാ, ബി ഇൻറ്റു സി ചെയ്ത് ഒരു ടെമ്പററി വേരിയബിൾ കീപ്പ് ചെയ്തു, പിന്നെ അത് രണ്ടും നോക്കി. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡബിൾ അല്ലെങ്കിൽ മോർ ലെജിബിൾ ആണ് ഇഫ് യു റൈറ്റ് ദ സെയിം പ്രോബ്ലം ഇൻ സ്യൂഡോ കോഡ്. ദെൻ കൺസിസ്റ്റന്റ് ആണ്. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറയാൻ കാരണം ഈ സ്യൂഡോ കോഡിലുള്ള പല കൺസ്ട്രക്ട്സും നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് പല ഡൊമൈനിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു കൺസിസ്റ്റന്റ് ആണെന്ന്. പിന്നെ നമുക്ക് ഈ സ്യൂഡോ കോഡ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അൽഗോരിതത്തിനേക്കാളും ഏറ്റവും ഈസി സ്യൂഡോ കോഡ് എഴുതിയത് പ്രോഗ്രാമിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും ലോജിക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനെയുള്ള ഫ്ലോസ് അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ.